60,000 റുപ്യ കൂട്ടിക്കോളി. 50,000 60,000 റുപ്യ വരും ഇതിന്. ഇത് നമ്മൾ ചൈനയിലാണെങ്കിൽ ഈ സാധനത്തിന് എനിക്ക് തോന്നുന്നു ഒരു 15,000 റുപ്യ 20,000 റുപ്യ വരെയായിരിക്കും നാട്ടിലത്തെ. പിന്നെ ഇതൊരു ഫേമസ് വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡാണ് നെബ്രാസ്ക ഫർണിച്ചർ മാർട്ട്. അബ്ബാല സെറ്റിങ്സ് കേട്ടോ അല്ലേ, എങ്ങനെയുണ്ട് സെറ്റിങ്സ്? ഒന്നും പറയാനില്ല, സിമ്പിളായിട്ടുള്ള ഫർണിച്ചർ കേട്ടോ. അതൊക്കെ വുഡ് തന്നെയാണ്. ഇതിനൊക്കെ വില നോക്കിയാലോ നമുക്ക്. ഇതിന് 89 ഫർണിച്ചറുകൾ വരുന്നതിൻ്റെ കോപ്പി അടിക്കുന്ന പരിപാടി ചൈനക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചൈനൻ്റെ സാധനം തന്നെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ല. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു കൊല്ലത്തേക്ക് നോ പേയ്മെൻറ്റ്, അത് കഴിഞ്ഞ് 2-3 കൊല്ലത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. ഒരു കൊല്ലം ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഇവിടുത്തെ ഇതിൻ്റെ ക്വാളിറ്റി ശരിക്കും വ്യത്യാസം ഉണ്ടാവും. ഡിസൈനിൽ ചിലത് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഒരു ബെഡ്റൂമിൻ്റെ സെറ്റിങ്സ് അതേപടി ചെയ്തു വെക്കുന്ന കേട്ടോ അത്. ഇതിൻ്റെയൊക്കെ വില അറിയണം നിങ്ങൾക്ക്. ഞാൻ വില പറയാത്ത പിന്നെ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഡിസൈൻ കാണാമെന്നല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് കാര്യം കേട്ടോ. $369 $370. സാധനം അവർകൾ സാധനം കേട്ടോ. നിങ്ങൾ വൃത്തി ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു ഡിഫറെൻ്റ് ഉണ്ട് ചൈനയിൽ നിന്ന് എന്തായാലും. പക്ഷെ പുതിയ ഡിസൈൻസിൽ ചൈന തന്നെയാണ് മുന്നിൽ കേട്ടോ. ഹലോ, എന്താ വിശേഷം? സുഖല്ലേ? തണുപ്പൊന്നുമില്ല കേട്ടോ, നല്ല കാലാവസ്ഥയാണ്. ഇവിടെയൊക്കെ പാറുന്നുണ്ട്, നല്ല രസമുള്ള കാറ്റൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ തന്നെയാണ്. സുനിൽ ഭായിൻ്റെ അടുത്തൊന്നും നീങ്ങിയിട്ടില്ല. സുനിൽ ചാക്കോ വിടുന്നില്ല. സുനിൽ ചാക്കോ പറയുന്നത് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്നൊക്കെ. എനിക്കാണെങ്കിൽ ഭയങ്കര രസം കേട്ടോ, നല്ല ഹരം. വെറുതെ എല്ലാ ആൾക്കാർ അമേരിക്കയിൽ വന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാത്ത കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സുനിൽ ചാക്കോൻ്റെ വേറൊരു വണ്ടിയിലാട്ടോ പോകുന്നത്. തെണ്ടാർന്ന് പറഞ്ഞിട്ടുള്ള ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് വെറൈറ്റിയാണ്. പിന്നെ ഇന്ന് പോകുന്നത് ഒരു ഫർണിച്ചറിൻ്റെ, ഇവിടെ അമേരിക്കയിലെ ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പ്, പിന്നെ 1-2 വേറെ കാര്യങ്ങൾ കൂടി അടിപൊളിയായിട്ട് അത് കാണാനാണ് പോകുന്നത് പ്രത്യേകമായിട്ട്. അപ്പോൾ എന്താ വ്യത്യാസങ്ങൾ? ചൈനൻ്റെ കുറേ ഫാക്ടറിയൊക്കെ ഉണ്ട്, ഇത് കണ്ടില്ലേ? പക്ഷേ അതും ഇതും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, വില എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ സെറ്റപ്പ് കണ്ട സുനിൽ ഭായി ഉണ്ട്. ഫുള്ള് വണ്ടീൻ്റെ ക്രേസ് ആട്ടോ. ആൾക്ക് വണ്ടീൻ്റെ ക്രേസാണ്. പിന്നെ പൊതുവേ അമേരിക്കയിൽ ഉണ്ടാവും, പക്ഷെ എന്നാലും ഇത് വലിയ വണ്ടീൻ്റെ ഒരു ക്രേസുള്ള ആളാണ്. വണ്ടി ക്രേസ് സുനിൽ ഭായ്. ഇത് വണ്ടി ഓട്ടോമാറ്റിക് തന്നെയാണ്, എല്ലാം ഓട്ടോമാറ്റിക്കാണ് ഉണ്ടാകുക അവിടെ. ഇതേപോലെ കണ്ടില്ല നിങ്ങൾ, നമ്മളെ SUV മാതിരി വലിയൊരു വണ്ടി, ഭയങ്കര സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ള വണ്ടി കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് സെറ്റപ്പാണ്. What a collaboration. What a collaboration, man. Okay, തൊപ്പിയൊക്കെ എടുത്തിട്ടാൻ പോയതല്ലേ? തൊപ്പില്ലാതെ ഒന്നും നടക്കാൻ പറ്റില്ലല്ലേ? അപ്പൊ നമ്മളിന്ന് കാര്യപ്പെട്ട സ്ഥലത്തേക്കല്ലേ പോകുന്നത്? എവിടെ പോകുന്നിടത്ത് ഈ വണ്ടി എവിടെ പോകുന്നു അവിടെ. അതെ. ഇത് വണ്ടി എത്ര കാലമായി സുനിൽ ഭായി വാങ്ങിച്ചിട്ട്? ഇതൊരു 7 വർഷമായി. 7 വർഷമായി. ഇങ്ങനെ തന്നെ അല്ലേ? ഇത് നിങ്ങൾ ലോങ് ഒക്കെ പോകും, നിങ്ങൾ അവിടെ ദൂരത്തേക്കൊക്കെ പോകുമ്പല്ലേ? നമ്മുടെ ഫാം ഹൗസിൽ പോകുമ്പോൾ അതാണ് മെയിൻ. ഫുഡ് സാധനങ്ങളൊക്കെ ബാക്കിൽ കയറ്റും. അതെ. അങ്ങനെയാണ് കേട്ടോ ഇതിന്റെ സെറ്റപ്പ്. ഇത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഗൾഫിൽ അറബികൾക്ക് ഉണ്ടാവും എപ്പോഴും. എല്ലാ അടിപൊളി വണ്ടി ഉണ്ടാവും, ഇതേപോലത്തെ ഒരു വണ്ടി ഉണ്ടാവും. സെയിം സിസ്റ്റം തന്നെ. ഇവരെ കണ്ടിട്ടാണല്ലോ അറബികൾ പഠിച്ചത്. ഇത് ടൊയോട്ടന്റെ ഏത് വണ്ടി? ടൊയോട്ട ടണ്ട്ര. ഇത് നമ്മളെ നാട്ടിലൊന്നും വന്നിട്ടില്ല അല്ലേ? ഇതൊക്കെ ഇവിടേക്കായിട്ടുള്ള വണ്ടിയാ. അതെ. ഭയങ്കര സെറ്റപ്പാ ശരിക്കും. 2, 3, 5-6 പേർക്കില്ലേ അടിച്ചു പൊളിച്ചു പോവാം. വൈകുന്നേരങ്ങളിൽ ഇതേപോലത്തെ ഒരു ഗാർഡൻ ഏരിയാസ് കിട്ടോ. നമ്മളെ ലേക്കൊക്കെ ആയിട്ടുള്ള ഈ ഏരിയയിലുള്ള ആൾക്കാർ വന്ന് സൈക്കിള് നായിനതാക്കുക, പാർക്കിൽ വരിക, അങ്ങനെ പല എന്റർടൈനും അവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ആ വലിയ ലോങ് ബിൽഡിങ് മൊത്തം അതാണ് കേട്ടോ. അപ്പോൾ ഒരു മഹാലോകത്തേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. കണ്ടില്ല നിങ്ങൾ ബിൽഡിങ്ങിൻ്റെ ആ തുടക്കം എൻഡ് കണ്ടങ്ങൾ. നമ്മളെ നാട്ടിലെ ഏകദേശം ഒരു പഞ്ചായത്തിൻ്റെ വലുപ്പത്തിലാണ് മൊത്തത്തിൽ ബിൽഡിങ് കാണുന്നത്. നെബ്രാസ്ക ഫർണിച്ചർ മാർട്ട്. ഇലക്ട്രോണിക്സും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്രാൻഡാണ് ഇവിടെ. ലോകത്തിൽ തന്നെ 3ാമത്തെ പൈസക്കാരനാണ് ഇതിൻ്റെ ഓണർ എന്നാണ് പറയുന്നത്. പിന്നെ ഫർണിച്ചറിൽ തന്നെ ഇവരുടെ അടുത്തുള്ള സാധനങ്ങളെ കളക്ഷൻസ്, ഏറ്റവും പുതിയ ഡിസൈൻസ് ഒക്കെ വരെയാണ്.
ഞാൻ മനസ്സിലാക്കി നമുക്ക് പോയി കണ്ടാലും മനസ്സിലാവും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഫർണിച്ചറുകൾ വരുന്നതിൻ്റെ കോപ്പി അടിക്കുന്ന പരിപാടി ചൈനക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം, എന്തായാലും നമ്മൾ പോയി കയറി നോക്കട്ടോ, കാഴ്ച കണ്ടോക്കാം. നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. ഓണറുടെ പേര് വാറൻ ബൊഫെ. ഇതിൻ്റെ ഓണറുടെ പേര് വാറൻ ബൊഫെ കേട്ടോ. അത്രയും ഫേമസ് ഒരാളാണ്. പിന്നെ ഇതൊരു ഫേമസ് വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡാണ്, നബറസ്ക ഫർണിച്ചർ മാർട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ സൈഡാണ് നമ്മൾ വരുമ്പം കണ്ടോ. ഇവിടുത്തെ സൈഡ് കണ്ടോളിട്ടോ നിങ്ങൾ. ഓരോരോ ഭാഗത്ത് ഓരോ ടൈപ്പ് ഓഫ്, കാരണം ആ എൻഡ് വരെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ പാർക്കിംഗ് കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ ദൂരം മുതൽ നിങ്ങളിങ്ങനെ കാണുന്ന ഈ വരുന്ന ഏരിയാസൊക്കെ ഇതിനുള്ള പാർക്കിങ്ങാണ്. വലിയൊരു ഹൈപ്പർ മാർക്കറ്റിനെങ്കാടിയൊക്കെ ഒരു ലോകം. നമ്മൾ ചൈനയിലെ ഫർണിച്ചർ ബിൽഡിങ് കണ്ടില്ലേ, ഏകദേശം അതിനെക്കാടി വലുപ്പമുള്ള മാതിരിയാണ് എനിക്കിപ്പോൾ ഇവിടുന്ന് കാണാൻ തോന്നുന്നത് കേട്ടോ. തന്നെ നമ്മൾ കയറിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഡോറുകൾ തള്ളി തുറക്കാനുള്ളതുണ്ട്. നേരെ കിടക്കാം. ഹായ്, വാവ്, എന്താ സെറ്റിങ്സില്ലേ, അവിടെയൊക്കെ തന്നെയുള്ള സെറ്റിങ്സ്. ചൈനൻ്റെ സാധനം തന്നെ ആണോന്ന് എനിക്കൊരു ഡൗട്ടില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട് പക്ഷെ പറയാൻ പറ്റില്ല അല്ലേ, ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അമേരിക്കൻ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ സുനിൽ ഭായി. അറിയാം നിങ്ങൾക്ക്, ചൈനയിലെ പ്രൊഡക്ഷനിൽ ചൈനയിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അമേരിക്കൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ക്വാളിറ്റിയാണ്. എല്ലാ സാധനം ആ ഗ്രേഡ്, അതിന് വേറെ തന്നെ വിലയും വേറെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. സിമ്പിളായിട്ടുള്ള ഫർണിച്ചർ കേട്ടോ. അതൊക്കെ വുഡ് തന്നെയാണ്. ഞാൻ വിചാരിച്ചു വുഡല്ല, വുഡ് തന്നെയാണ്. വുഡുകൾ തന്നെയാണ്. ഇതൊരു ഇത് വുഡല്ല ആണോ? വുഡല്ലല്ലോ, പക്ഷേ നോർമൽ സാധനം കേട്ടോ. പക്ഷേ ഡിസൈനൊക്കെ പുതിയ പുതിയ ഡിസൈനാണ് തോന്നുന്നു. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഫർണിച്ചേഴ്സ് കേട്ടോ. നിങ്ങൾ നമുക്കൊരു എന്താ പറയുക, ഓഫീസാണോ ഇത് വരിക? നമ്മൾ ഡൈനിങ്ങിൻ്റെ അവിടെ അല്ലേ പിന്നെ ഇത് ഒരു വെറൈറ്റി സാധനം കാണുന്നുണ്ട് കേട്ടോ. ക്ലോക്കുകൾ, വാവ്. ഇതിനൊക്കെ വില നോക്കിയാലോ നമുക്ക്. ഇതിന് 89.99. അപ്പോൾ ചൈനൻ്റെ സാധനമാണ്. വാൾ ക്ലോക്ക് $94. $94 എന്ന് പറഞ്ഞാൽ 179. പക്ഷേ ഭയങ്കര സംഭവം സൈസാട്ടോ സാധനമൊക്കെ. ഇത് നമ്മൾ ചൈനൻ്റെ ഫർണിച്ചർ ഷോപ്പ് പോലെ തന്നെയുള്ള വലിയ സംഭവം കേട്ടോ. ചൈനയിലെ മോള് പോലെ തന്നെ, ഫർണിച്ചർ മോള് പോലെ. ഓക്കെ സുനിൽ ഭായി, ഇത് കുറേ വർഷങ്ങളായോ? അത്രേ ആയിട്ടുള്ളൂ അല്ലേ? പുതിയത് വന്നാലേ? അതെ അതെ, ഈ ബ്രാൻഡ് കുറേ വർഷമായിട്ടുള്ളതായിരിക്കും അല്ലേ? ഇതൊക്കെ ചൈനൻ്റെ സാധനം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അമേരിക്കൻ ക്വാളിറ്റി ചൈനൻ്റെ സാധനങ്ങളായിരിക്കും. അബ്ബാരെ സെറ്റിങ്സ് കേട്ടോ അല്ലേ? എങ്ങനെയുണ്ട് സെറ്റിങ്സ്? ഒന്നും പറയാനില്ല. ഇതിനിപ്പോൾ $629. നമ്മൾ $100 $10,000 എന്ന് വെച്ച് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ 600 ചില്ലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 60,000 കൂട്ടിക്കോളി. 50,000 60,000 വരും ഇതിന്. ഇത് നമ്മൾ ചൈനയിലാണെങ്കിൽ ഈ സാധനത്തിന് എനിക്ക് തോന്നുന്നു ഒരു 15,000 20,000 വരെ ആയിരിക്കും നാട്ടിലത്തെ. അത്രയും വ്യത്യാസം കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഇതിൻ്റെ ക്വാളിറ്റി ശരിക്കും വ്യത്യാസം ഉണ്ടാവും. ഡിസൈനിൽ ചിലത് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം ഇവരെ ആ എമൗണ്ടിനനുസരിച്ച് ക്വാളിറ്റി എന്തായാലും ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. പെട്ടെന്നൊന്നും പറ്റില്ല. ചൈനത്തെ ഇപ്പോൾ പൊതുവേ സാധനങ്ങൾക്കൊന്നും പറ്റാനൊന്നുമില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇത്. പിന്നെ ഇവിടുത്തെ സെറ്റിങ് ഞാൻ കാണുന്നത് ഓരോ റൂമുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ റൂമുകൾക്കനുസരിച്ചുള്ള സെറ്റിംഗ് ആയിട്ടാട്ടോ ഇവിടുത്തെ ഒരു സെറ്റിങ് കാണുന്നത്. ഇവിടെ നമ്മളെ പർച്ചേസിൻ്റെ പ്രത്യേകത, ഇവിടെ 4 കൊല്ലം 5 കൊല്ലത്തേക്കൊക്കെ നമുക്കിത് തരും. ഇൻട്രസ്റ്റ് ഇല്ലാതെ 1 കൊല്ലത്തേക്കും ഇതൊക്കെ തരും. ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ല, 1 കൊല്ലത്തേക്ക് നോ പേയ്മെൻറ്റ്. അത് കഴിഞ്ഞ് 2-3 കൊല്ലത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. 1 കൊല്ലം ഒന്നും കൊടുക്കണ്ട. അപ്പം സാധനം എടുക്കുമ്പോൾ ഫുള്ള് ഫ്രീ ആയിട്ട് തരും. ഫ്രീ അല്ല. അതെ, അതായത് 1 കൊല്ലം ഒന്നും കൊടുക്കണ്ട. ഒരു തീരെ പേയ്മെൻ്റ് ഇല്ല. 1 കൊല്ലം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് തുടങ്ങുക. അങ്ങനെയൊക്കെയാണ്. അതാണ് ഇതിൻ്റെ സിസ്റ്റം അല്ലേ?
ഈ അതെന്തുകൊണ്ടാണ് ഈ ഒരു കൊല്ലത്തിൽ വാങ്ങാൻ വരുമ്പോൾ തീരെ പൈസ വേണ്ടെന്ന് അറിയുന്നത്? ഇതൊക്കെ ഉണ്ടോ ഇവിടെ? എല്ലാ സംഗതിയും ഉണ്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. വാച്ച്, ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ടോ? ഓ, അതൊരു വലിയ ലോകം തന്നെ ഉള്ളപ്പല്ലേ. ഇതാ മെഷീനുകളൊക്കെ ഉണ്ട്. വെറും ഫർണിച്ചർ അല്ലല്ലേ. ഡ്രസ്സ് ഉണ്ടോ? ഉണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മനുഷ്യന് വേണ്ടി എല്ലാം ഉണ്ടല്ലേ. എന്തെങ്കിലും ഇവരെ സെറ്റിങ്സ് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? സുനിൽ ഭായ് പറഞ്ഞത് നമ്മൾ ഇത് എന്തെങ്കിലും ഫ്രിഡ്ജോ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം വരെ ഒരു പേയ്മെൻറ്റും കൊടുക്കണ്ട. ഈ കാണുന്ന റേറ്റിൻ്റെ കഥ കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്തത് സാധനത്തിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ അടുത്ത 2 കൊല്ലോ 3 കൊല്ലം കൊണ്ടൊക്കെ അടച്ച് തീർത്താൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ഓഫറാണ്. അതെ അതെ, ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിനും അല്ലേ. അല്ല, പൊതുവേ നമ്മളതിൽ കയ്യിൽ ഇപ്പോൾ ഇതെന്തും വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാശ് വേണമെന്നൊന്നുമില്ല. ഇല്ല, പല ഓപ്ഷൻ വരെ ഉണ്ട്. അത് ക്രെഡിറ്റ് കാർഡ് അപ്പോഴേ വലിച്ചു വെക്കും. ആ ക്രെഡിറ്റ്, അതെ. ആ നമ്മളെ നാട്ടിലെ സിബില് പോലെ. ആ ഓക്കെ ഓക്കെ. പിന്നെ എടുത്തുകൊണ്ട് പോയിക്കോന്ന് പറയും. എനിക്ക് സൗകര്യമുള്ളപ്പോൾ തന്നാളത്. ഓ അതാണ് ഇവർ കടത്തിൻ്റെ ആൾക്കാരാട്ടോ. കടം മാരിയെ അടിച്ച് പൊളിച്ച് കടം കൊടുത്ത ആൾക്കാരെ കുടുക്ക് മസാല ആക്കലാണ് ആ പണിയില്ലേ. ഒരു ബെഡ്റൂമിൻ്റെ സെറ്റിങ്സ് അതേപടി ചെയ്തു വെക്കുന്ന കേട്ടോ അത്. ഇതേപോലെ ഇതൊക്കെ ചൈനയിലുണ്ട് ഇപ്പോൾ. നമ്മളിപ്പം കാണാത്ത സാധനങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സെറ്റിങ്സ്. ഇവിടെ നമ്മളെ ഫാൻസി ലൈറ്റ്സിൻ്റെ കേട്ടോ. ഫാൻസി ലൈറ്റൊക്കെ ആയിട്ടൊരു മിനിമം സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങളാണ് ക്ലോത്തിൻ്റെത് വരുന്നത്. ഇതിൻ്റെയൊക്കെ വില അറിയണം നിങ്ങൾക്ക്. ഞാൻ വില പറയാത്തത് പിന്നെ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഡിസൈൻ കാണാമെന്നല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് കാര്യം കേട്ടോ. $369 എന്ന് പറഞ്ഞാൽ $370. $370 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000-30,000 മേലെ ഒറ്റ ലൈറ്റിന് കേട്ടോ. അതെന്താ നിങ്ങൾക്ക് 2-3-4 കൊല്ലം കൊണ്ടൊക്കെ കൊടുത്താൽ മതി. അങ്ങനെയുണ്ട്. ഇതൊക്കെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ ചൈനയിൽ കണ്ട ക്വാളിറ്റി അല്ല ഉണ്ടാവുക ഇവിടുത്തെ സാധനങ്ങൾക്ക്. ഇപ്പം നമ്മൾ ചൈനയിലാണെങ്കിൽ ഇതിന് പകരം ഇവർ ഇത്രത്തോളം സംഗതികളൊന്നും ഉണ്ടാവില്ല, ഒരു കാലമായിരിക്കും ഉണ്ടാവുക. പകരം അവർ ഇതിൽ കൂടി ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ 670. 120 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 കേട്ടോ. ഇതിന് 10,000. പക്ഷെ സാധനം അവർകൾ സാധനം കേട്ടോ. നിങ്ങൾ വൃത്തി ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു പ്രത്യേകതകൾ കൂടി ഉണ്ട്. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനമൊന്നുമല്ല റേറ്റിൽ. സംഭവം നാട്ടിൽ ഭയങ്കര റിച്ചായിട്ട് വീടുണ്ടാക്കുന്ന ആൾക്കാർക്ക് അത്രയും വിലൻ്റെ സാധനങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അവർക്ക് പറ്റും കേട്ടോ. പക്ഷെ ചൈനയിലും കിട്ടും. ഒരു ഡിഫറെൻ്റ് ഉണ്ട് ചൈനയിൽ നിന്ന് എന്തായാലും. പക്ഷെ പുതിയ ഡിസൈൻസിൽ ചൈന തന്നെയാണ് മുന്നിൽ കേട്ടോ. അപ്പോൾ ചില ഏരിയകളിൽ ചില സാധനങ്ങൾ ഓഫറിന് ഇടും കേട്ടോ. അപ്പോൾ ഇത് ഫ്ലോറിങ്ങിനുള്ള ഫ്ലോറിൻ്റെ സാധനങ്ങൾ കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ ഓഫറാണത്. 139 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ 125 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇത് ഓരോ ഓഫർ ഇട്ടതാണ് ഇവർ. ശരിക്കും ഇതിൻ്റെ വിലയൊക്കെ ഇതിന് എത്രയോ വലിയ വിലയായിരിക്കും. കണ്ടില്ല നിങ്ങൾ, 359 എന്ന് പറഞ്ഞിട്ട് അത്രയും വില വരുന്ന സാധനം 129 ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഇത് ക്ലിയറൻസ് ആക്കിയിട്ട് കൊടുത്ത് ഒഴിവാക്കാൻ വെക്കുന്നതാണ്. അങ്ങനത്തെ സാധനങ്ങളും പല ഏരിയകളിലും ഓഫർ ഉണ്ടാവും ഇവിടെ. കമ്പനി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ സുനിൽ ഭായ് എപ്പോഴെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്? ഓക്കെ ഓക്കെ. എന്താ സ്ഥിതി? ഇങ്ങനെ ഇവിടെ നിന്നാണ് വാങ്ങുക? ഡിസൈനെ കൊണ്ട് വാങ്ങുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റി തരുന്നുണ്ടോ? ആ ക്ലിയറൻസിൻ്റെ ഒരു വെക്കുന്ന ഏരിയയിൽ വന്ന് വാങ്ങിപ്പോകില്ലേ? അത് നല്ല പ്രൈസ് ആയിരിക്കും അല്ലേ? അത് ശരി. ക്ലിയറൻസ് ചെയ്യുമ്പോൾ നല്ല പ്രൈസ് ആയിരിക്കും. നമ്മൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും ഇവർ ഡെലിവറി വരെ തരിക, നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ട്. ആ ഇവരെ വണ്ടി കാണുന്ന കുറേ, അതാണ് ചോദിച്ചത്. നമ്മളിവിടെ എടുത്ത് ബില്ലാക്കി പോയി കഴിഞ്ഞാൽ പോലും നമ്മളവിടെ കൊണ്ടുവന്ന് ഡെലിവറി തരുമോ? അതിന് പേയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും ഒരുപാട് വണ്ടി കാണുന്നുണ്ട്. ഒരു ഡെലിവറി വണ്ടി. നമ്മൾ ഇറച്ചി സ്മോക്കിങ്ങിൻ്റെ ഓരോ സ്മോക്കിങ്ങിൻ്റെ സംഗതികളാട്ടോ, ഓരോ കളക്ഷൻസാണ്. കണ്ടങ്ങൾ ഇതാ അതൊക്കെ ഇതിൽ വരുന്നതാണ്. അടിപൊളി സാധനം. ഇതൊക്കെ ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇതിനൊക്കെ നമ്മൾ എത്ര പറയുക, 65,000 വരുന്നുണ്ട്.
നാട്ടിൽ 65,000, 70,000, 80,000 ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഏകദേശം നമ്മളെ കണക്കിന് ഒരു 10,000 റുപ്യൻ്റെ ഉള്ളിലല്ലേ വരിക, 10-15,000 റുപ്യൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ റേറ്റ് പറയുന്നത് 70,000, 80,000 ഒക്കെയാണ്. വലിയ സുനിൽ ഭായിൻ്റെ നാട് ഭയങ്കര പൈസക്കാര നാടാണല്ലോ. പക്ഷേ പല ഫെസിലിറ്റി ഉള്ളതാട്ടോ ഉണ്ടാക്കുക. പിന്നെ ഇത് കേടാവില്ല, അതന്നെ ഇതിൻ്റെ കണക്ക്. മറ്റേതൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ വരില്ലേ, ഇവിടെ അതൊന്നും വരില്ല. ചെയ്ത് വെക്കുമ്പോൾ പക്ക സാധനമായിരിക്കും ഇവർ ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്ര കളക്ഷൻസാ അല്ലേ, ഇത് മാത്രം എത്ര കളക്ഷൻസാ. നിങ്ങൾ നബറസ്ക ഫർണിച്ചർ മാർട്ട് കണ്ട് ഞെട്ടിയില്ലേ? ഞെട്ടിയോ എന്നോട് ചോദിക്കും നിങ്ങൾ ഞെട്ടിയോന്ന്. അതെ, അമേരിക്കൻ്റെ ഒരു ലോകം തന്നെ അല്ലത്. അപ്പോൾ അമേരിക്കയിൽ ഇത് പൈസ ഉള്ളവർക്ക് ഭയങ്കര റേറ്റും കാര്യമൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഓഫർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ എനിക്ക് കാണിക്കാൻ പറ്റുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചൈന ഫർണിച്ചറുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും കുറച്ചുകൂടി. അത് ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ വാറണ്ടി, പിന്നെ പേയ്മെൻറ്റ് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ. പേയ്മെൻറ്റ് 1 കൊല്ലം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1-2 കൊല്ലം, അതായത് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് 3-4 കൊല്ലം കൊണ്ടൊക്കെ മൊത്തം കൊടുത്ത് തീർത്താൽ മതി, അത്രത്തോളം. അതിന് കണക്കാക്കിയുള്ള പ്രൈസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഇന്ന് കണ്ടങ്ങൾ കിലോമീറ്റർ കണക്കിന് അങ്ങോട്ടേക്കും ഉണ്ട്, കിലോമീറ്റർ കണക്കിന് ഇങ്ങോട്ടേക്കും ഉണ്ട്. ഇതാ ഇതന്നെ ഒരു ലോക. കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആകാശത്തിൻ്റെ കാഴ്ച കേട്ടോ, എന്ത് രസമല്ലേ. വൈകുന്നേരമായി 6:30 മണി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകണം.